അന്ന് ഇവിടെ കിട്ടുന്ന നഴ്സിംഗ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ജോലിയും ശമ്പളത്തിന് ഒരു ഭാഗം മാറ്റിയെടുത്തിട്ട് ഈ സഭാവിശ്വാസം തലമുറയ്ക്ക് പകരാൻ വേണ്ടി അധ്വാനിച്ച സഹോദരിമാർ ഒരു തൂണാണ്. സഹോദരങ്ങൾ ഒരു തൂണാണ്. ഈ തൂണിന്മേൽ ഇത് പണിയപ്പെടും. അപ്പൊ ഭിത്തി എന്തിനാണ്? മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ ഭിത്തി. തൂണിന് അങ്ങനെ ദോഷമൊന്നും വരികയില്ല. തൂൺ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് ഞാൻ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ സഭ വളരില്ല എന്ന് വിചാരിക്കരുത്. സഭ തൂണിന്മേൽ നിന്നോളൂ. ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ നിന്നോളൂ. ഈ സഭയെ നശിപ്പിക്കാനൊന്നും തൽക്കാലം കഴിയില്ല. കാരണം ശുദ്ധന്മാരായ പിതാക്കന്മാർ പണിതെടുത്ത കോളേജുകളും ആശുപത്രികളും ധർമ്മസ്ഥാപനങ്ങളും അല്ല ഇതിന്റെ ബലം. ഈ സഭയ്ക്കെതിരെ നിരന്തരം, സഭ എന്ന് പറഞ്ഞ യാക്കോബ സഭയെ കുറിച്ചല്ല പറഞ്ഞത്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന തിരുസഭയ്ക്കെതിരെ വരുന്ന പിശാചിന്റെ കൂരമ്പുകളെ തടയുവാൻ ദൈവതിരുസന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് ഈ സഭാജീവിതത്തിന്റെ തൂണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ദൈവം ഭാവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഒരു സംരക്ഷണമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,